ഞാൻ നിങ്ങളിൽ ഒരുവനാണ്. എന്നെ ആദരിക്കേണ്ട ആവശ്യം തീരെയില്ല. പക്ഷെ ഉസ്താദ് അങ്ങനെ ചെയ്യണമെന്ന് കൽപ്പിച്ചതുകൊണ്ട് ഞാൻ ഇതനുസരിച്ചു എന്നേയുള്ളൂ. ലോകത്തെമ്പാടും പോയി മുസ്ലിം സമൂഹത്തിൽ പോയി മർക്കത്തു സഖാഫത്തു സുന്നിയുടെ കാര്യങ്ങൾ വിളിച്ചോതി അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന സംഭാവനകൾ കൊണ്ടുവന്ന് ഇവിടെ സൗധങ്ങൾ, ഇവിടെ വലിയ വലിയ കോളേജുകളും സ്കൂളുകളും പടുത്തുയർത്തി ഈ സമുദായത്തെ നയിക്കുന്ന ബഹുമാനപ്പെട്ട കാന്തപുരം എത്രയോ അഭിനന്ദനത്തിനും എന്തോരം അദ്ദേഹത്തെ അഭിനന്ദിച്ചാലും മതിയാവുകയില്ല. എന്റെ അനുഭവത്തിന്റെ വെളിച്ചത്തിലാകുന്നു പറയുന്നത്. മർക്കത്ത് സഖാഫത്ത് സുന്നിയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും ഗൾഫിലെ ഒരുവിധം ഭരണാധികാരികൾക്കൊക്കെ അറിയാം. അവരെ കെട്ടിപ്പിടിച്ചുമ്മ വെച്ച് ഉസ്താദിനെ സ്വീകരിക്കുന്ന കാഴ്ച ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ബഹുമാനപ്പെട്ട UAE പ്രസിഡന്റിന് അതിഥിയായി വന്നപ്പോൾ എല്ലാ പണ്ഡിതന്മാരോടൊപ്പം ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്ന് വന്ന പണ്ഡിതന്മാരൊപ്പം ബഹുമാനപ്പെട്ട ഉസ്താദും അവിടെ എത്തിയപ്പോൾ അവിടുത്തെ പ്രസിഡന്റ് എല്ലാവർക്കും കൈകൊടുത്ത് ഉലമാ മൽഹിന്ദ് എന്ന് പറഞ്ഞപ്പോൾ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ചത് ഒരുപക്ഷെ നിങ്ങൾ കണ്ടില്ലെങ്കിലും ഞാൻ കണ്ടുകയുണ്ടായിട്ടുണ്ട്. ആയതുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിനും നമ്മുടെ സമുദായത്തിനും ചെയ്യേണ്ടിയിരിക്കുന്നു. അപ്പോൾ രാവും പകലും ഈ സമൂഹത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചുകൊണ്ട് സ്ത്രീകളുടെ കാര്യത്തിലും പെൺകുട്ടികളുടെ കാര്യത്തിലും ആൺകുട്ടികളുടെ കാര്യത്തിലും ലോകത്തെല്ലായിടത്തും പോയി അവരോട് പറഞ്ഞ് മനസ്സിലാക്കി അവരെ നിന്ന് കാശ് മേടിച്ചു കൊണ്ടുവന്ന് നിങ്ങളൊക്കെ ഭാവി പൗരന്മാരായി വാർത്തെടുക്കുന്നു എന്നുള്ളതിൽ എനിക്ക് സന്തോഷവും അഭിമാനവുമുണ്ട്. തീവ്രവാദം ഇസ്ലാമിൽ ഇല്ലെന്നും ഇസ്ലാം സാഹോദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും പരസ്പര വിശ്വാസത്തിന്റെയും പരസ്പര ധാരണയുടെയും മതമാണെന്നും എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളാനും എല്ലാ മതവിഭാഗങ്ങളും ഉൾക്കൊള്ളാനും എല്ലാവരെയും സ്നേഹിക്കുവാനും പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം എന്ന് ലോകത്തെമ്പാടും ഇന്ത്യയിലെ നാനാഭാഗങ്ങളിലും പോയി പ്രസംഗിക്കുന്ന അദ്ദേഹം തീവ്രവാദത്തിനെതിരെ ശക്തമായി പ്രസംഗിക്കുന്ന ഒരു മാന്യ അദ്ദേഹമാണ്. ആയതുകൊണ്ട് അമുസ്ലിങ്ങളുടെയും കൂടി ബഹുമാനപാത്രമാണ് അദ്ദേഹം. നിങ്ങൾക്കും മർക്കത്ത് സഖാഫത്ത് സുന്നിയക്കും എപ്പോഴും എന്റെ സഹായം ഏതവസരത്തിലും ഉണ്ടാകുമെന്ന് ഈ മനുഷ്യ മഹാസാഗരത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ വാഗ്ദത്തം ചെയ്തുകൊണ്ട് ഞാൻ അവസാനം